പ്രതിസന്ധിയെ തുടർന്ന് സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ. ജൂൺ ജൂലൈ മാസങ്ങളിലെ സർവീസുകളാണ് കുറയ്ക്കുക. ടിക്കറ്റ് നിരക്ക് വർധനവ് കൊണ്ട് മാത്രം പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെന്ന് എയർ ഇന്ത്യയുടെ വിശദീകരണം. ഇറാൻ പാകിസ്ഥാൻ വ്യോമപാത പ്രശ്നവും പ്രതിസന്ധിക്ക് കാരണമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ, ഈ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് സർവീസുകളെല്ലാം പൂർണ്ണമായി നിലച്ചതിന് പിന്നാലെ സാധാരണ നിലയിലേക്ക് ഈ വ്യോമപാത സർവീസ് ഒക്കെ പുനരാരംഭിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ ഈ ഇന്ധന പ്രതിസന്ധി, ഇന്ധനവിലയുടെ വർധനവടക്കം വലിയ രീതിയിൽ ബാധിക്കുകയാണ്. ഇതിപ്പോൾ സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉറപ്പായും പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ബാധിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധവും സംഘർഷവും നടന്ന സമയത്ത് എല്ലാ സർവീസുകളും നിർത്തിവെച്ചിരുന്നു. പിന്നീട് സാധാരണ നിലയിലേക്ക് എത്തുകയും പക്ഷേ ഇന്ധന വില വർധനവ് വലിയ തോതിൽ പ്രതിസന്ധിയാവുകയും ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ ആ പ്രതിസന്ധി ഉണ്ടായപ്പോൾ സർചാർജുകൾ അടക്കം കൂട്ടി പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കം വിമാന കമ്പനികൾ നടത്തിയിരുന്നു. വിമാന നിരക്കുകൾ, യാത്രാ നിരക്കുകൾ കുത്തനെ കൂട്ടിയിരുന്നു. പക്ഷേ അങ്ങനെ കൂട്ടിയാൽ പോലും പരിഹരിക്കാനാകാത്ത പ്രശ്നമാണ് എയർലൈനുകൾക്കുള്ളത് എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ സർവീസുകളുടെ എണ്ണം കുറയ്ക്കും എന്നാണ് എയർ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെയും പാകിസ്ഥാന്റെയും മുകളിലൂടെയുള്ള വ്യോമപാത പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ കാരണം കൂടുതൽ ദീർഘദൂരങ്ങൾ അധികമായി യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് പ്രശ്നമാണ്. ഇന്ധന വിലവർധന പ്രശ്നമാണ്. അതുകൊണ്ട് യാത്രാ കൂലി വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം പരിഹരിക്കാനാകാത്ത പ്രശ്നമാണ് എന്ന് കാണിച്ചാണ് ജൂലൈ ജൂൺ മാസങ്ങളിൽ, അടുത്ത 2 മാസങ്ങളിൽ സർവീസുകളുടെ എണ്ണം കുറയ്ക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഗൾഫ് നാടുകളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളുടെ എണ്ണം കുറയാനും പിന്നീട് തിരക്ക് കൂടാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ആര്യ.